അയ്യോ എന്റെ ദൈവമേ, ചൂട് സഹിക്കാൻ മേലേ. വല്ല മത്തിയായിട്ട് ജനിച്ചിരിക്കും മതിയായിരുന്നേ. എന്നാ ഐസും പെട്ടിയിൽ ഫ്രീ ആയിട്ട് കിടക്കാറുണ്ട്. എന്തു ചൂടാണോ! എന്തു ചൂടനോ? ഈ ചൂട് പിന്നെ സഹിക്കാം. ഇവക്കടെ വായെന്ന് തന്നെ ഇമാതിരി സാധനങ്ങളാണ് സഹിക്കാൻ പാടാത്തത്. വീശണോ? നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ 11 മണി കഴിഞ്ഞാൽ ബാറ് പൂട്ടും. ഞാൻ വീശണോന്ന്? നീ വീശി കഴിഞ്ഞാൽ എനിക്ക് തലയ്ക്ക് പറ്റാവോ? എന്റെ ദൈവം, ഞാൻ ഇങ്ങനെ വീശി തരണോന്നാ ചോദിച്ചേ. അങ്ങനെ വീശി കഴിഞ്ഞാൽ എന്റെ കണ്ണ് രണ്ടും താഴെ കിടക്കും. എനിക്ക് വയ്യ, ഈ ജനലും വാതിലുമെങ്കിലും തുറന്നിട മനുഷ്യ. അല്ലെങ്കിൽ തന്നെ ഓരോരുത്തന്മാരുടെ കണ്ണ് എല്ലാം പെരക്കാത്ത. ഇനി ആ വാതിലവിടെ തുറന്ന് മലത്തിയിട്ടുണ്ടെങ്കിൽ കാറ്റല്ല അവന്മാര് വന്ന് കയറും ഇതിനകത്ത്. എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ഞാൻ ചോദിക്കുവാ, എന്നെ സ്ക്രാച്ച് ആൻഡ് വിൻ വഴി കിട്ടിയതാണോ നിങ്ങൾക്ക്? 4 ആൾ അറിഞ്ഞ അന്തസ്സായിട്ട് നിങ്ങളുടെ കൂടെ കെട്ടിച്ചു വിട്ടാലും എന്നെ. സ്ക്രാച്ച് ആൻഡ് വിന്നിൽ കിട്ടിയതാണെങ്കിൽ ചിരട്ടി നോക്കുമ്പോ കൊടുല്ലെങ്കിൽ കളയെങ്കിലും ചെയ്യാം. 4 ആളറിഞ്ഞ് കെട്ടിപ്പോയി, അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇല്ലാത്ത പൈസ മുടക്കി 10-20,000 രൂപ എടുത്ത മണിയുടെ അടുത്ത് ഒരു AC ഞാൻ ഇവിടെ മേടിച്ചു വെച്ചേക്കണത്. അന്നേരെ ഞാൻ നിങ്ങളോട് പറഞ്ഞു സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കണ്ട, അവന്റെ പുതിയതെങ്ങാണ് വാങ്ങിച്ചാ മതി എന്ന് കേട്ടോ. പുതിയത് മേടിക്കാൻ നിന്റെ അച്ഛൻ കുട്ടിവെച്ചാണ് ഈ പൈസ ഇവിടെ. ഞാനിവിടെ കഷ്ടപ്പെട്ട് ഓരോ സാധനങ്ങളിവിടെ മേടിച്ചു നോക്കിയും ഇവള് ഈ സാധനം മൊത്തം എടുത്ത് നശിപ്പിക്കും. അതെ മോനും അതെ, മൊത്തം നശിച്ച് നമ്മുടെ കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് അറിയാതെ വീണ റിമോട്ട് ഒന്ന് പൊട്ടിയിട്ട് ആ AC കംപ്ലൈന്റ് ആയത്. നിങ്ങൾ ഈ വീട്ടിൽ കണ്ട എല്ലാ സാധനങ്ങളും ഇപ്പൊ എറിഞ്ഞു പൊട്ടിച്ചില്ലേ മനുഷ്യ? ആ ചിന്താക്കി ഇതൊക്കെ മേടിക്കണപ്പാട് കൊച്ചിനറിയണോ? ഈ AC ആരുടെ കയ്യിൽ നിന്നാ വാങ്ങിച്ചെന്ന് വെച്ചാൽ അവനെ മര്യാദയ്ക്ക് വിളിച്ചു വരുത്ത്. AC നന്നാക്കി തരാൻ പറ. നീ പാതിരാത്രി വിളിച്ചാൽ ആ ചക്കയും കിടന്ന് ഉറങ്ങുമായിരിക്കും. ഇവിടെ ബാക്കിയുള്ളവർ ഉറക്കം കളഞ്ഞിട്ടാണോ അവൻ കിടന്ന് ഉറങ്ങുന്നത്? പറ്റത്തില്ല, വിളിക്കവനെ. പെണ്ണിന്റെ കാര്യം പറഞ്ഞു കട്ട് ചെയ്തവൻ. ഒന്നും കൂടെ വിളിക്കും മനുഷ്യ. എടി പിള്ളേ, അവൻ എടുക്കുന്നില്ലെന്ന്. നിങ്ങൾ വിളിച്ച ഈ ലോകത്ത് ആരെങ്കിലും എടുക്കൂ? ആരെടുക്കാനാ നിങ്ങൾ വിളിച്ചാല്? ഹലോ പറയേച്ചി, എല്ലടിച്ച് പൂർത്തിയാക്കാനുള്ള സമയം പോലും കൊടുത്തിട്ട്. എടാ അതെ, ഞാൻ ചേട്ടൻ്റെ കൈ കൊടുക്കാവേ. എന്തിന്? ഹലോ, ഓ മോനിവിടെ AC കൊണ്ടൊന്ന് ഫിറ്റ് ചെയ്തപ്പോ ശമ്പളം വന്ന ചേട്ടനാണേ. 5 മിനിറ്റ് സംസാരിക്കണോണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അറിഞ്ഞു തൊലക്കാണ് അങ്ങോട്ട്. എടാ മണി, നീ കൊണ്ടുവന്ന ആ AC-യുടെ റിമോട്ട് കൊച്ചു താഴെയിട്ട് പൊട്ടിച്ചു. ഇവിടെ ചൂടായിട്ട് കിടക്കപ്പുറത്തില്ല, നീ വേഗം കൂടെ വന്നാൽ നന്നാക്കി തരണം. നാളെ നേരം വെളുത്തിട്ടെങ്ങനെ നോക്കണം, മനുഷ്യൻ കിടന്നൊന്ന് ഉറങ്ങട്ട്. എടാ എനിക്ക് മാത്രല്ലെന്ന് എന്റെ ഭാര്യയ്ക്കും ചൂട് സഹിക്കാൻ മേല. നിങ്ങളെ പോണെന്ന് പോയി, ഞാൻ ബൈക്കിന്റെ കിക്കർ ഒന്ന് സ്റ്റാർട്ട് ചെയ്തോട്ട്. പെണ്ണുമ്പിളുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അവൻ ബൈക്കിന്റെ മേളിൽ കയറി. ഹെൽമെറ്റ് വെച്ചിട്ട് വരണേ, തലയില്ലാണ്ട് ഇങ്ങോട്ട് കയറി വരല്ലേ. വരുവോ? ഞാൻ നിങ്ങളോട് എത്ര നാളുകൊണ്ട് പറയും ഈ ചൂടത്ത് ഇവിടെ കിടക്കണ്ട, എന്റെ വീട്ടിൽ പോവാന്ന്. ആ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും വാതിൽ അങ്ങോട്ട് തുറന്നിട്ടാ പാടത്തൂന്ന് എന്ത് സുഖമുള്ള കാറ്റാ വീട്ടിലോട്ട് വരുന്നതെന്ന് അറിയാവോ? ചേച്ചിയേ, ഹായ് മണി വന്നു. ഹായ് മണി വന്നു എന്ന് പറയുന്നത് മണി ഓർഡർ എന്ന് കിടന്ന് തുള്ളിച്ചാടാനായിട്ട്. അയ്യോ ചൂടാ വേർത്തെന്നൊക്കെ പറയുന്നിട്ട് ഉള്ളത് തന്നെ. നേരത്തെ വിളിച്ച് പറയണ്ടേ? 7 മണിയോട്ട് ജോലിയും കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ കട്ടിൽ കിടന്ന് വെറുതെ ഫോണിൽ കളിച്ചോണ്ട് കിടക്കുകയായിരുന്നു. വല്ലതും പറ്റിയ ചേച്ചി ചൂടടിച്ചിട്ട്? നമ്മുടെ ചൂടിനൊന്നും യാതൊരു വിലയില്ലേ. അണ്ണ എവിടെ നിൽപ്പുണ്ടായിരുന്ന? ഓ നീ കാണില്ല, നീ ചേച്ചിയുടെ ചൂടും തണുപ്പും അന്വേഷിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നേക്കണു. അണ്ണ കുളിച്ചിട്ട് തല തോർത്തിയില്ല, നീരിറങ്ങും. പോയി ഡ്രസ്സ് മാറിയിട്ടൊക്കെ വന്ന് നില്ല്. എടാ പിഞ്ഞാണി മോറ, ഞാൻ വിയർത്ത് കുളിച്ച് നിക്കണത്. അങ്ങനെയെങ്കിലും ഒന്ന് കുളിച്ച് കണ്ടല്ലോ, സമാധാനമായി. ഈ AC ഉണ്ടാക്കാൻ വേണ്ടി ഒന്നല്ലേ പോയി AC നക്കടാ. AC നന്നതൊക്കെ കംപ്ലൈന്റ് എന്താണെന്നറിയാം. ഞാൻ AC എന്തോ എടുത്ത് നന്നാ കംപ്ലൈന്റ് എന്താന്ന് പറ. AC നീയാണ് ഇവിടെ കൊണ്ടുവച്ചത്, അപ്പൊ നീ നോക്കി പറ അത് കംപ്ലൈന്റ് എന്നാന്ന്. അണ്ണാ എനിക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ പറ ACക്ക് എന്താ കംപ്ലൈന്റ് എന്ന്. എടാ AC-ക്കാരൻ നീയാണെങ്കിൽ നീ പറയണ എന്റെ കംപ്ലൈന്റ് എന്നാണ്. എന്റെ പൊന്നു മണി, നീ ഇത് ആരോടായി ചോദിക്കുന്നേ? അണ്ണനോട്. എടാ ഒരു ഡോക്ടറിന്റെ അടുത്തോട്ട് പോയി കഴിഞ്ഞാ ഡോക്ടറെ ഇന്ന അസുഖമാന്ന് പറയാത്തൊരു മനുഷ്യനാ, വേണമെങ്കിൽ കണ്ടുപിടിയെന്ന് പറയുന്ന മനുഷ്യനാ ഇങ്ങേര്. അത് ന്യായം. അണ്ണാ എന്ന് പറഞ്ഞ കംപ്ലൈന്റ് എന്താണെന്ന് അറിഞ്ഞൂടാ, ഞാൻ എന്തോ എടുത്ത് വെച്ച് ശരിയാക്കുമെന്ന് പറഞ്ഞ ഈ AC. എടാ എന്റെ കൊച്ച എന്റെ റിമോട്ട് താഴെയിട്ട് പൊട്ടിച്ചു, അത് നീ പോയി നന്നാക്കണം, അത്രേ ഉള്ളൂ. മണി ഒന്ന് സത്യത്തിൽ കൊച്ചിന്റെ കയ്യിൽ നിന്ന് വീണുള്ളട റിമോട്ട് പൊട്ടിയത്. ഞാൻ ഇങ്ങനെ AC-യിലോട്ട് പിടിച്ചപ്പോ വർക്ക് ആവുന്നില്ല. ഞാൻ 2 പ്രാവശ്യം വെറുതെ ഒന്ന് തട്ടി നോക്കി, റിമോട്ട് പൊട്ടിപ്പോയി. എന്നാണ് അവിടെ കിടന്ന് കുറെ നേരം രണ്ടുകൂടെ കുണു പറഞ്ഞോണ്ട് AC നന്നാക്കാൻ പോകുന്ന കാര്യം പറഞ്ഞതാ. ഞാൻ പോയി AC എന്താണെന്ന് നോക്കിയിട്ട് വരാം. പോയിട്ട് വാ. ഓ ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്ത ഫാനിന്റെ മൂട്ടിലെങ്ങാനും ഇരി. ആ AC ഇന്നെങ്കിലും ഒന്ന് ശരിയാക്കി കൊണ്ട് വന്നാ മതിയായിരുന്നു. എന്തൊരു ചൂടല്ലേ. അതുകൊണ്ടല്ല, നാളെ എന്റെ ചേച്ചി മക്കളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് തണുപ്പ് കൊള്ളാനായിട്ട്. നീ അവരോടും വിളിച്ചു പറഞ്ഞോ? ഞാൻ എല്ലാരോടും പറഞ്ഞു നമ്മുടെ വീട്ടിൽ AC വാങ്ങിച്ചെന്ന്. ഏത് ചേച്ചി വന്നത്? മൂന്നാറിലെ ചേച്ചി.
ഉള്ള തണുപ്പും കൊണ്ട് അവിടെ ഇരുന്നാ പോരാ. എന്താ നമ്മളെ കഷ്ടപ്പെടുത്താനായിട്ട് ഇങ്ങോട്ട് കയറും എന്റെ കാര്യമുണ്ടോ? ആ എന്നാ പറച്ചില്ല ചേട്ടാ, അവരെ ഞങ്ങളുടെ വീട്ടിൽ AC ഇല്ലാത്തോണ്ടല്ലേ അവരിവിടെ തണുപ്പ് കൊള്ളാനായിട്ട് ഇങ്ങോട്ട് വരുന്നേ. മൂന്നാറ് AC ഇല്ലാണ്ട്. ചേച്ചി ഓ ഇതിന്റെ സ്വിച്ച് എവിടെ ഇരിക്കുന്നത് ചേച്ചി? ഈ ചെറുക്കൻ എങ്ങനെ തള്ളിപ്പിടിച്ച് പോണത്? തുച്ഛ കാണിച്ചു കൊടുക്കട്ടെ അവന്. ചിച്ച AC കൊണ്ടുവന്നതവൻ, ഫിറ്റ് ചെയ്തതവൻ. അവനിപ്പോ ചിച്ച് കണ്ടുപിടിക്കാൻ ചേച്ചി വേണമെന്ന്. ചേച്ചീനെ അങ്ങോട്ട് വിളിച്ചു വരുത്താനുള്ള അടവ്. എടാ ഞാനങ്ങ് വരാം. സ്വിച്ച് കിട്ടി വരണ്ട. അത് കുടിച്ചോട്ടെ. എന്റെ കാര്യം പറഞ്ഞപ്പോ സ്വിച്ച് ഇട്ട മാതിരി അവന് സ്വിച്ചും കിട്ടി. ഇവിടെ വരാൻ സെക്കൻഡ് ഹാൻഡ് AC എന്ന് പറഞ്ഞാൽ ഞാൻ നല്ലൊരു സാധനം തന്നിട്ട് അത് അത്ര അഴുക്കാക്കി ഇല്ലാതാക്കി വെച്ചേക്ക് നോക്കി. പെട്ടെന്ന് നോക്കടാത്. ചേച്ചി ഒന്നേ സത്യം പറയണം, എൻ്റെ അടുത്ത് കള്ളം പറയരുത്. ചേച്ചി കള്ളം പറയില്ലെന്ന് എനിക്കറിയാം, എന്നാലും ചോദിക്കുകയാണ്. ഡോക്ടറെ അടുത്തും AC മെക്കാനിക്കിന്റെ അടുത്തും കള്ളം പറയാൻ പാടില്ലെന്നാണ്. ഡോക്ടറെ അടുത്തും വക്കീലിന്റെ അടുത്തും കള്ളം പറയാൻ പാടില്ലെന്ന്. ഡോക്ടറെ അടുത്ത് വക്കീലിന്റെ അടുത്ത് മാത്രം നിങ്ങൾ സത്യം പറയുള്ളൂ. AC മെക്കാനിന്റെ അടുത്ത് പറയൂലേ? കംപ്ലൈന്റ് ചോദിക്കില്ലേ? ഇത് ആവശ്യമില്ല സംസാരിക്കരുത്. എന്റെ പൊന്നു സുഹൃത്തെ, ഞാൻ നിന്റെ വീട്ടിലല്ല AC നന്നാക്കാൻ വന്നത്. നീ എന്റെ വീട്ടിലേക്കാണ് വന്നത്, അത് മനസ്സിലാവും. എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോ ഒന്ന് ചോദിച്ചോട്ടെ. AC എപ്പോഴാണ് ശരിക്കും തണുപ്പില്ലാത്തത്? അതായത് നിങ്ങൾ ആഹാരമൊക്കെ കഴിച്ചിട്ട് രാത്രി രണ്ടുപേരും കൂടെ കിടക്കുന്ന സമയത്താണോ, അതോ ചേച്ചി ഒറ്റയ്ക്ക് ആ കട്ടിൽ ഇരിക്കുമ്പോഴാണോ? എപ്പോഴാണ് AC കംപ്ലൈന്റ്? അയൽക്കൂട്ടത്തിൽ പോയി ഇരിക്കുമ്പോ നിനക്കിപ്പോ എന്താണ് കറക്റ്റ് ആയിട്ട് അറിയേണ്ടത്? അണ്ണാ, ഒരു AC മെക്കാനിക്കിനെ അറിയാവൂ ചേച്ചിയുടെ മനസ്സ്. ACയുടെ മനസ്സ് അതൊന്ന് ശരിയാക്കിക്കോട്ട്. എന്തെങ്കിലും ചോദിക്കുമ്പോ അതിന്റെ ഇടയിൽ കയറി ഞരമ്പൻ ചെറുക്കം വന്ന് ഏതാണ്ട് പറഞ്ഞു എന്നും പറഞ്ഞ് എളിച്ചും കാണിക്കൊണ്ട് അങ്ങോട്ട് ചെന്നേക്കാം. പെടക്കോഴി പതുങ്ങണ മാതിരി പതുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ണാ, ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ഞരമ്പൻ ചെറുക്കല്ലേ? എന്റെ ചേച്ചി നിങ്ങൾക്ക് അറിയാമോ? എടാ, എന്റെ വീട്ടിൽ ചൂട് ഭാര്യയ്ക്കും എനിക്കും കിടന്നുറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം നല്ലൊരു AC 15,000 രൂപയ്ക്ക് ഞാൻ ഇറങ്ങി മേടിച്ചു കൊടുത്തത്. എത്ര രൂപയ്ക്ക്? 15,000 രൂപയ്ക്ക്. എന്നോട് ഞാൻ പറഞ്ഞത് 20,000 രൂപയെന്നാ. വലിയ കാര്യം. എന്റെ 5,000 രൂപ എന്ത്? 15,000 രൂപയാണോ 5,000 രൂപയാണോ വലുത്? എന്റെ 5,000 രൂപ എന്തെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. 5,000 രൂപ ഞാൻ ആൾക്കാർക്ക് ട്രീറ്റ് ചെയ്തു, ചേച്ചിയുടെ ട്രീറ്റ് ചെയ്തു. അത് ടാലിയായേ. ഇനി ഈ കണക്ക് ഇവിടെ മിണ്ടി പോരുത്. എന്റെ പേരും പറഞ്ഞ 5,000 പറ്റിച്ചല്ലേ അവര്? ഒന്ന് പറഞ്ഞു ഒതുക്കി വരുമ്പോ നീ പിന്നെ അതിനകത്ത് പിടിച്ച് തൂങ്ങല്ലേ? ആദ്യം ഞാൻ നോക്കട്ടെ എന്താ കംപ്ലൈന്റ് എന്ന്. എന്നാലും അതല്ല, AC ഇങ്ങനെ കംപ്ലൈന്റ് വരാൻ സാധ്യത ഇല്ല. അണ്ണാ, ഇതൊരു ഡോക്ടറുടെ കയ്യിലിരുന്ന AC അല്ലേ? ഡോക്ടറുടെ കയ്യിലിരുന്ന കാറ്, ഡോക്ടറുടെ കയ്യിലിരുന്ന ടാറ്റാ സുമോന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഡോക്ടറുടെ കയ്യിലിരുന്ന AC-യാ. എന്നാ ഡോക്ടറുടെ കയ്യിലിരുന്ന AC എന്ന് പറഞ്ഞാൽ പുള്ളി ഇത് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. പുള്ളി ഓപ്പറേഷൻ തിയേറ്റർ ക്ലിനിക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നല്ലേ. അതുകൊണ്ടല്ലേ ഇത് ഓണാക്കിയിട്ട് ഓണാകത്തത്. അല്ല, ഓണത്തിന് ഓഫറിൽ വാങ്ങിച്ചെന്ന് പറഞ്ഞതാ. അങ്ങനല്ലേ 15,000 രൂപയ്ക്ക് ഞാൻ നിങ്ങൾക്ക് തന്നത്. നീ എന്താന്ന് വെച്ചാൽ നോക്ക എന്റെ പൊന്നു സുഹൃത്തെ. നോക്കാനെന്ന് പറഞ്ഞ ഇതിപ്പം പോയി. AC പോയില്ല, പിന്നെ കംപ്രസർ പോയി. അയ്യോ, കംപ്രസർ നമുക്ക് തൽക്കാലം ഇച്ചിരി ലിക്വിഡൊക്കെ ഒഴിച്ചേ സെറ്റാക്കി എടുക്കാം. വേറെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ? പോയി. ഇതവിടെ ശരിക്കും പോയാ? അല്ലെന്ന്. പിന്നെ ഇതിന്റെ ഡിമോൾട്ട് എന്നൊരു സാധനം ഉണ്ട്, അത് പോയി. എന്ത് ഡിമോൾട്ട്? 1,500 രൂപയോ? എടാ, നീ എന്നെ വെറും പൊട്ടനാക്കരുത്. എടാ, 3 കൊല്ലം ITI പഠിച്ച ആളാ ഞാൻ. പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലായിരുന്നു. ഡിമോൾട്ട് എന്ന് പറഞ്ഞ ഒരു ഉപകരണം ഇതിന്റെ അകത്തില്ല. ഉണ്ടെന്ന് ഞാൻ AC വെക്കാൻ ചെയ്യണില്ലേ? എടാ, ഡിമോൾട്ട് എന്ന് പറഞ്ഞ ഒരു ഉപകരണം ഇതിനകത്തില്ല. 10,500 പറ്റിക്കാന്ന് വെച്ചാൽ നടക്കൂല. എടാ, നീ ഉദ്ദേശിക്കുന്ന ആ സാധനത്തിന്റെ പേര് ഡിമോൾട്ട് എന്നല്ല, ഡിസ്പിരി. എടാ, നമ്മൾ മറ്റേ സ്കൂട്ടർ ഇട്ട് ഇങ്ങനെ പിരിക്കണ സാധനല്ലേ, അത് ഡിസ്പിരി. അതിന് 1,500 അല്ല 1,800. 1,700. ഇതൊന്ന് പൊടി അടിക്കണമല്ലോ അണ്ണാ. ഇതിപ്പോ പൊടി അടിക്കണേട്ടാ. എന്നെ കൊല്ലാൻ വേണ്ടി വന്നതാണൂടാ നിങ്ങൾ. എനിക്ക് അലർജി ഉള്ളതല്ലേ? അലർജി വെച്ചോണ്ട് കിഴി കയറി അങ്ങോട്ട് മാറിയേക്ക്. ഞാനിവിടെ നിൽക്കണതാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും അലർജി. അണ്ണാ, അലർജി ആണെങ്കിൽ മാറുന്നില്ലടാ. ഞാൻ എന്റെ പണി എടുക്കട്ടെ. 10 വിളിച്ചു വരുത്തിട്ട്. എടാ മണിയേ, നിന്റെ കല്യാണം ഒന്നും ആയില്ലോടാ? പണിയാണ് മൂടങ്ങള്. എന്താന്ന് ചേച്ചി പറയുന്നത്? എത്ര വീട്ടിൽ പോയി പെണ്ണ് കണ്ടെന്നറിയാമോ? ഒരെണ്ണം അങ്ങോട്ട് സെറ്റ് ആവുന്നില്ലെന്ന്. കല്യാണം കഴിക്കാത്തതിന്റെ നല്ല വിഷമമുണ്ടല്ലേ? ഇന്ന് ഇല്ലാതിരിക്കുവോ? പിന്നെ എന്റെ സങ്കല്പത്തിലുള്ള ഒരു പെമ്പിളേരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. എന്റെ സങ്കല്പം എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നറിയാമോ? ചേച്ചിയെ കണക്കൊരു പെണ്ണ്. ഈ എടുത്തോണ്ട് പോയിക്കോ, കൊണ്ടുപോയിക്കോ. എന്നിട്ട് എന്റെ AC ശരിയാക്കി. കളിക്കാൻ നോക്കി. പ്രാവോ കുറെ നേരം കൊണ്ട് പ്രാവ് കുറുകണ മാതിരി രണ്ടുപേരും കുറുകണത് മര്യാദക്ക് ശരിയാക്കിക്കോ. അതാ നിനക്ക് നല്ലത്. അണ്ണാ, സംഭവമൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. എല്ലാം ഒന്ന് പൊടിയോടച്ചിട്ടപ്പോ തീരാന്നുള്ള പ്രശ്നമേ ഉള്ളൂ. അതൊക്കെ സെറ്റ്. ഇനി ഇതൊന്ന് ഫിറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ.
ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീയോ നിന്റെ കൊച്ചോ എന്റെ റിമോട്ടിലോ AC-യിലോ തൊട്ട് കഴിഞ്ഞാൽ വെട്ടിക്കുതിയ കാട്ടിക്കളി എല്ലാത്തിനും. അതെ, കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ച പാറ എനിക്ക് മാത്രമേ ഉള്ളൂ. മനസ്സിലായി. അണ്ണാ, ഒരു റിമോട്ട് പൊട്ടിച്ചതല്ലേ നിങ്ങൾ കിടന്ന് ബോൾ ഉണ്ടാക്കുന്ന? ഇതൊരു ഇലക്ട്രോണിക് സാധനമാണ്. മനുഷ്യന്റെ ആയുസ് പോലും ഇല്ല. ചിലപ്പോൾ നന്നാവും, ചിലപ്പോൾ നശിക്കും എന്നും പറഞ്ഞു റിമോട്ട് പൊട്ടിയെന്ന് പറഞ്ഞതും ഈ ചേച്ചിയെടുത്തും കൊച്ചിനെടുത്തും അങ്ങനെ നടന്ന് കാണിക്കരുത്. AC ഒന്നും പൊട്ടിയില്ലല്ലോ ഭാഗ്യത്തിന്. എന്നിട്ട് ചുമ്മാ ആവശ്യമില്ല ബോൾ ഉണ്ടാക്കുന്ന നോക്കി. പഞ്ചിനടിച്ച് കയറ്റിയതായിരുന്നു. മാസ സാധനങ്ങളായിരുന്നു അടിച്ചോണ്ടിരിക്കുന്നത്. ഭാഗ്യമുണ്ട് കേട്ടാ, ഞാൻ ഫിറ്റ് ചെയ്ത ബോൾട്ടൊന്നും ഇളവില്ല. അങ്ങോട്ട് മറുപടി പറ. ഋഷഭ് ഷെട്ടി AC പോയി കഴിഞ്ഞപ്പോ എനിക്കെന്റെ റിലേ കട്ടായി. അയ്യോ, കിടപ്പ് കണ്ടോ, സൈക്കിളില്ലേ. കാര്യം തണുപ്പില്ലാത്തതിന് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടൊന്നും. അയ്യോ അയ്യോ, ഞാനിതെങ്ങനെ സഹിക്കേ. 5000 രൂപ എന്നെ പറ്റിച്ചപ്പോ ആലോചിക്കണമായിരുന്നു. അയ്യോ അയ്യോ. നീ ഒരു കാര്യം ചെയ്യടി, ചേച്ചിയോട് വിളിച്ച് ഇങ്ങോട്ട് വരണ്ട, നമ്മൾ അങ്ങോട്ട് ചെല്ലാന്ന് പറ. നമുക്കേ ഇനി മുതൽ മൂന്നാറിലെ പ്രകൃതിദത്തമായ തണുപ്പ് മതി.